നമ്മളിന്ന് പറയാൻ പോകുന്നത് പേവിഷബാധയെ പറ്റിയാണ്. എന്താണ് പേവിഷബാധ? പേവിഷബാധയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് റാബീസ് എന്നാണ്. എങ്ങനെയാണ് നമുക്ക് പേവിഷബാധ കിട്ടുന്നത്? അതായത് ഒരു പേവിഷബാധ ഏറ്റ ഒരു ഒരു മൃഗം നമ്മളെ കടിക്കുന്ന സമയത്താണ് നമുക്ക് ഈ പേവിഷബാധ കിട്ടുന്നത്. അപ്പോൾ 96% നായ കടിക്കുന്നതിലൂടെയാണ് ഇന്ത്യയിൽ പേവിഷബാധ കിട്ടുന്നത്. അതല്ലാതെ പൂച്ച കടിക്കുന്നതിലൂടെയും അതേപോലെ ചെന്നായ, കുറുക്കന്, മങ്കി, അതേപോലെ കീരി എന്നിവ കടിക്കുന്ന സമയത്തും നമുക്ക് പേവിഷബാധ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖബാധ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പ്രകോപനമില്ലാതെ തന്നെ കടിക്കും. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ 15 മിനിറ്റ് സോപ്പ് വെച്ച് നല്ലപോലെ പൈപ്പ് തുറന്ന് വിട്ട് കഴുകണം. തുറന്ന് വിട്ട് കഴുകാൻ ഉദ്ദേശിച്ചത് ആ പൈപ്പ് വിട്ട് തുറക്കുന്നതിൻ്റെ ഫോഴ്സ് തന്നെ എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് നല്ല പൈപ്പ് തുറന്ന് കഴുകുന്ന സമയത്ത് നല്ല സോപ്പ് വെച്ച് നല്ല പതപ്പിച്ച് കഴുകണം. പിന്നെ അതേപോലെ മുറിവുണ്ടായാൽ ആ മുറിവ് വലുതാക്കാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. അവിടെ ഞെക്കിയിട്ട് മുറിവ് വലുതാക്കാനോ അല്ലെങ്കിൽ അവിടുന്ന് ചോര പുറത്തേക്കാക്കാനോ അങ്ങനത്തെ ഒരു ശ്രമം നമ്മളായിട്ടൊന്നും ചെയ്യരുത്. അത് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് തന്നെ 15 മിനിറ്റ് സോപ്പ് വെച്ച് നല്ലപോലെ കഴുകുക. അതൊരു വട്ടമല്ല, 15 മിനിറ്റ് നേരം ഫുള്ളും അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണം. അങ്ങനെ കഴുകിയതിന് ശേഷം അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് പോവുക. നേരെ ക്യാഷ്വാലിറ്റി പോവുക, ഷീട്ട് എടുക്കുക, എന്നിട്ടാണ് കാണിക്കേണ്ടത്. അല്ലാതെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഡോക്ടർ അവിടുന്ന് IDRV എന്നൊരു ഇഞ്ചക്ഷൻ കൊടുക്കും. അത് 03728 എന്ന ഡോസിലാണ് കൊടുക്കുക. അപ്പോൾ ആദ്യം അത് എടുത്ത ആളുകളാണെങ്കിൽ അതിൻ്റെ രേഖകളൊക്കെ ഡോക്ടർക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി പുതിയ ആളാണ് പോകുന്നതെങ്കിൽ അവർ അവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ തരും, TT തരും. അതിനുശേഷം അവിടെ അതിൻ്റെ ഇമ്മ്യൂണോഗ്ലോബുലിൻ, വലിയ മുറിവാണെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ തരും. അല്ലെങ്കിൽ അത് അതിനെക്കാട്ടും വലിയ ഹോസ്പിറ്റലിലേക്ക്, താലൂക്ക് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്കോ അവർ റെഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം അതിൻ്റെ മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് കഴിക്കുക, പിന്നെ കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ ആ ദിവസം 03728 എന്നുള്ള ആ ദിവസം തന്നെ കറക്റ്റായിട്ട് എടുക്കണം. പിന്നെ ഡോക്ടർ പറയും ആ മൃഗത്തെ ഒബ്സർവ് ചെയ്യാൻ പറയും. ആ മൃഗത്തെ 10 ദിവസം കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുക. ഇതൊക്കെയാണ് പേവിഷബാധ തടയാനുള്ള മാർഗങ്ങൾ. അതേപോലെ നമ്മളെ വീട്ടിലൊക്കെ മൃഗങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് കളിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുമൃഗങ്ങൾക്കെല്ലാം തന്നെ പേവിഷബാധക്കുള്ള ഇഞ്ചക്ഷൻ ഗവൺമെൻറ് മൃഗാശുപത്രിയിൽ നിന്ന് തന്നെ എടുക്കേണ്ടതാണ്. അത് കറക്റ്റ് ഇടവേളയ്ക്ക് കറക്റ്റായിട്ട് എടുക്കണം. ഇനി ആ മൃഗങ്ങൾക്ക് എടുത്താൽ പോലും മൃഗങ്ങൾ ഫുൾ വാക്സിനേറ്റഡ് ആയ മൃഗങ്ങളെ അടുത്തുനിന്ന് കടി കിട്ടിയാൽ പോലും നമ്മൾ പ്രൊട്ടക്റ്റഡ് അല്ല, അത് പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടതാണ്. ഇനി ഈ അസുഖബാധിതമായ മൃഗങ്ങൾ നമ്മളെ കടിക്കണമെന്നില്ല. നമ്മൾക്ക് എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അവിടെ നക്കിയാലും ഈ പേവിഷബാധ കിട്ടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, അവർ ഉമിനീര് കണ്ണിലോ മൂക്കിലോ വായിലോ ആയി കഴിഞ്ഞാൽ അതുവഴിയും ഈ ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മരണം ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ അണുബാധയുള്ള മൃഗങ്ങൾ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും ആ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതാണ്. ഇഞ്ചക്ഷൻ അല്ലാതെ വേറെ പോംവഴി ഒന്നുമില്ല.